ദ്രോണൻ മരിച്ചപ്പോൾ കൗരവന്മാർ കർണനെ സേനാപതിയായി അഭിഷേകം ചെയ്തു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് അവൻ കൗരവപ്പടയെ സജ്ജീകരിച്ച് മകരവ്യൂഹം നിർമ്മിച്ചു. യുധിഷ്ഠിരന്റെ ആജ്ഞയനുസരിച്ച് അർജുനൻ അവർക്കെതിരായി അർദ്ധചക്ര വ്യൂഹവും നിർമ്മിച്ചു. അങ്ങനെ 16-ാം ദിവസത്തെ യുദ്ധം ആരംഭിച്ചു. ദേവാസുര യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം അത്ര ഭയങ്കരമായിരുന്നു അന്നത്തെ യുദ്ധം. കലുത രാജാവായ ക്ഷേമമൂർത്തിയെ ഭീമൻ വധിച്ചു. അതുപോലെ സാത്യകി വിന്ദാനുവിന്ദന്മാരെ വധിച്ചു. അശ്വത്ഥാമാവും ഭീമനും തമ്മിൽ ഉഗ്രമായ ഒരു പോരാട്ടം നടന്നു. അതിൽ രണ്ടുപേരും മുറിവേറ്റ് തേർത്തട്ടിൽ വീണുപോയി. അവരുടെ സാരഥികൾ ഉടനെ അവരെ യുദ്ധരംഗത്തു നിന്നും പിന്മാറ്റി. കുറെ കഴിഞ്ഞ് ദ്രൗണി വീണ്ടും വന്ന് അർജുനനോടേറ്റു. ശക്തമായ ആ യുദ്ധത്തിലും അശ്വത്ഥാമാവിന് തോറ്റു പിന്മാറേണ്ടി വന്നു. അർജുന ബാണങ്ങളേറ്റ് തളർന്ന ഗുരുപുത്രൻ കർണസൈന്യത്തിൽ കടന്ന് രക്ഷപ്പെട്ടു. നകുലൻ കൗരവപ്പടയോട് ഏറ്റുമുട്ടുന്ന സമയത്ത് കർണൻ അവനെ ചെന്ന് തടുത്തു. അവർ തമ്മിൽ തകർപ്പൻ യുദ്ധമാണ് പിന്നീട് നടന്നത്. ഒടുവിൽ കർണൻ അവന്റെ വില്ല് ഓടിച്ചുവിടുകയും കുതിരകളെയെല്ലാം കൊന്നുകളയുകയും ചെയ്തു. പിന്നീട് രഥവും തകർത്തു കളഞ്ഞപ്പോൾ നകുലൻ നിലത്തു ചാടി പരിഘമെടുത്ത് പൊരുതാൻ ഒരുങ്ങി. കർണൻ ഉടനെ ഒരമ്പെയ്ത് പരിഘവും തകർത്തു കളഞ്ഞു. പിന്നീട് മൃദുവായ മട്ടിൽ അമ്പുകളെയ്ത് അവനെ പീഡിപ്പിച്ചു. അത് സഹിക്കാനാവാതെ നകുലൻ ഓടിയപ്പോൾ അവൻ പിന്നാലെ ചെന്ന് ഞാണോടുകൂടിയ വില്ല് കഴുത്തിലിട്ട് വലിച്ച് അപമാനിച്ചു. ബലവാന്മാരായ കൗരവന്മാരോട് ഇനി പൊരുതാൻ വരരുതെന്ന് കർണൻ അവനെ വല്ലാതെ കളിയാക്കി പറഞ്ഞു. കുന്തിയുടെ വാക്കോർത്ത് അവസരം കിട്ടിയിട്ടും അവനെ കൊല്ലാതെ വിട്ടയച്ചു. ഇപ്രകാരം അപമാനിതനായ നകുലൻ പോയി ധർമ്മപുത്രന്റെ തേരിൽ കയറി. അന്നത്തെ യുദ്ധത്തിൽ പാഞ്ചാലപ്പടയെ കർണനും തൃഗർത്തരെ അർജുനനും കുരുക്കളെ ഭീമനും കൊന്നു. ഭൂമി മുഴുവൻ ചോരപ്പുഴ കൊണ്ട് നിറഞ്ഞു. യുധിഷ്ഠിരനും ദുര്യോധനും തമ്മിൽ ശക്തമായൊരു ഏറ്റുമുട്ടലുണ്ടായി. അതിൽ അമ്പേറ്റ് തളർന്ന് ദുര്യോധനൻ വീണു. താൻ കൊല്ലുമെന്ന് ശപഥം ചെയ്തിരിക്കെ അവനെ കൊല്ലരുതേ എന്ന് ഭീമൻ വിളിച്ചു പറഞ്ഞപ്പോൾ ധർമ്മപുത്രൻ പിൻവാങ്ങി. അപ്പോഴേക്കും കൃതവർമാവ് ചാടി വീണ് ദുര്യോധനെ രക്ഷിച്ചു. അന്നത്തെ യുദ്ധത്തിന് ശേഷം രാത്രി ശിബിരത്തിലെത്തിയ കൗരവന്മാർ അർജുനനെ എങ്ങനെ കൊല്ലുമെന്ന് ആലോചന നടത്തി. കൃഷ്ണനെ പോലെ സമർത്ഥനായ ഒരു സാരഥിയെ കിട്ടിയാൽ താൻ അർജുനനെ വധിക്കാമെന്ന് കർണൻ ദുര്യോധനന് വാക്കുകൊടുത്തു. അശ്വഹൃദയം അറിയുന്ന ശല്യനെ സാരഥിയായി കിട്ടിയാൽ കാര്യം നിഷ്പ്രയാസം നേടാമെന്ന് കർണൻ പറഞ്ഞപ്പോൾ ദുര്യോധനൻ ശല്യനോട് ഇക്കാര്യം സൗമ്യമായി ഉണർത്തിച്ചു. ഒരു സൂതനായ കർണന്റെ സാരഥിയാകാൻ തന്നോട് ആവശ്യപ്പെട്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കാനായിരുന്നെന്നും പറഞ്ഞ് ശല്യൻ ക്ഷുഭിതനായി. കർണനേക്കാൾ മേലെയാണ് ശല്യന്റെ അസ്ത്രജ്ഞാനമെന്നും അപ്രകാരം തന്നെ കൃഷ്ണനേക്കാൾ മേലെയാണ് ശല്യന്റെ അശ്വജ്ഞാനവും എന്നെല്ലാം ദുര്യോധനൻ പുകഴ്ത്തിയപ്പോൾ അമ്മാവൻ സംതൃപ്തനായി കർണന്റെ സാരഥി ആകാമെന്നേറ്റു. അങ്ങനെ ശല്യൻ നയിക്കുന്ന രഥത്തിൽ നിന്നുകൊണ്ട് കർണൻ യുദ്ധസന്നദ്ധനായി രണഭൂമിയിലെത്തി. താൻ ഉടനെ അർജുനനെ കൊന്നു വീഴ്ത്തുന്നതാണെന്നും അവനെ സഹായിക്കാനായി യമൻ, വരുണൻ, കുബേരൻ, ഇന്ദ്രൻ എന്നിവർ സൈന്യങ്ങളോടൊപ്പം വന്നാലും സകലതിനെയും ഒന്നിച്ച് കാലപുരിയിലേക്ക് അയക്കുന്നതാണെന്നുമെല്ലാം കർണൻ വീമ്പുളക്കുന്നത് കേട്ടപ്പോൾ ശല്യന് സഹിച്ചില്ല. അവൻ കർണനെ നിന്ദിച്ചും അർജുനൻ ചെയ്ത ഓരോ മഹൽകൃത്യങ്ങളെക്കുറിച്ച് പ്രശംസിച്ചും സംസാരിച്ചു. ആക്ഷേപങ്ങൾ കേട്ട് സഹികെട്ടപ്പോൾ കർണൻ ശല്യനെയും മാതൃദേശക്കാരായ സ്ത്രീ പുരുഷന്മാരെയും അധിക്ഷേപിച്ച് സംസാരിച്ചു. അങ്ങനെ തമ്മിൽ ആക്ഷേപവാക്കുകൾ ചൊരിഞ്ഞ് അവർ വഴക്കടിക്കുവാൻ തുടങ്ങിയപ്പോൾ
ദുര്യോധനൻ ഇടപെട്ട് രണ്ടുപേരെയും സമാധാനപ്പെടുത്തി. പിന്നീട് ശത്രു സൈന്യത്തെ തകർക്കുവാനായി തീരുമാനിച്ച് ഒരു മഹാവ്യൂഹം കർണൻ നിർമ്മിച്ചു. അതിന് തുടർന്നുണ്ടായ യുദ്ധത്തിൽ രണ്ട് പക്ഷത്തും അനേകായിരം പോരാളികൾ ചത്തു വീണുകൊണ്ടിരുന്നു. കർണനും യുധിഷ്ഠിരനും തമ്മിൽ ഉഗ്രമായൊരു പോരാട്ടം നടന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് കർണൻ പരിസരം മുഴുവൻ ശരങ്ങൾ കൊണ്ട് മൂടി. യുധിഷ്ഠിരന്റെ ചട്ട പൊട്ടി. ദേഹം മുറിവേറ്റുവെങ്കിലും പിന്മാറാതെ കർണനോട് പൊരുതി നിന്നു. പക്ഷേ അധിക സമയം യുധിഷ്ഠിരന് അങ്ങനെ തുടരാനായില്ല. കർണശരങ്ങളേറ്റ് രാജാവിന്റെ രഥം തകർന്നുപോയി. കർണന്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാനാവാതെ രാജാവ് പിന്തിരിഞ്ഞോടി. കർണൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് ചുമലിൽ കൈവച്ചുകൊണ്ട് പരിഹാസ്യമായി ചിരിച്ച് ഇപ്രകാരം പറഞ്ഞു: കുലത്തിൽ പിറന്ന നീ പ്രാണനിൽ കൊതിച്ച് പേടിച്ച് യുദ്ധക്കളം വിട്ട് ഓടുകയാണോ? എടോ കൗന്ദേയ, നീ യുദ്ധം ചെയ്യരുത്, അതിന് നിന്നെ കൊള്ളില്ല. പിന്നീട് അവൻ രാജാവിനെ വിട്ടയച്ചു. യുധിഷ്ഠിരൻ ലജ്ജിതനായി അവിടുന്ന് ഓടിപ്പോന്ന് ശ്രുതകീർത്തിയുടെ തേരിൽ ചെന്ന് കയറി. അപ്പോൾ കർണൻ ഭീമനോട് ചെന്ന് തീർത്തു. രണ്ടുപേരും ശരീരം മുറിപ്പെട്ട് രക്തമൊലിപ്പിച്ചുകൊണ്ട് നിന്ന് പോരാടി. ഒടുവിൽ ഭീമന്റെ ശരങ്ങളേറ്റ് കർണൻ ബോധം കെട്ട് തീർത്ഥത്തിൽ വീണുപോയി. ഉടനെ അവനെയും വഹിച്ചുകൊണ്ട് ശല്യർ രഥം പിൻവലിച്ചു. അത് കണ്ട് കർണന്റെ സഹായത്തിനായി ദുര്യോധനൻ സഹോദരന്മാരായ ശ്രുതർവാവ്, ദുർധരൻ, ക്രാഥൻ, വിവിൽസു, വികടൻ, സമൻ, നിഷംഗി, പാശി, കവചി, നന്ദൻ, ഉപനന്ദൻ, സുബാഹു, ദുഷ്പ്രദർശൻ, വാദവേഗൻ, ശലൻ, സുവർച്ചൻ, ധനുഗ്രാഹൻ, ദുർമദൻ, ജലസന്ധൻ, സഹൻ എന്നിവരെ ഭീമനെ ആക്രമിക്കാനായി വിട്ടു. അവർ ക്ഷണനേരം കൊണ്ട് ഭീമനെ ചുറ്റി നടന്ന് ശരവർഷം ചെയ്തു. പക്ഷേ ഭീമൻ നിഷ്പ്രയാസം വിവിൽസു, സഹൻ, വികടൻ, ക്രാതൻ, നന്ദൻ, ഉപന്ദൻ എന്നിവരുടെ തലകൾ അറുത്തു വീഴ്ത്തി. അത് കണ്ടതോടെ മറ്റു ധാർത്തരാഷ്ട്രന്മാരെല്ലാം പേടിച്ചോടി. തന്റെ മുന്നിൽ വെച്ച് ഭീമൻ ദുര്യോധന സഹോദരന്മാരെ വധിച്ചു വീഴ്ത്തിയതിൽ കർണന് വല്ലാത്ത ദുഃഖം തോന്നി. മുറിവേറ്റ് പിൻവാങ്ങിയ യുധിഷ്ഠിരനെ കർണൻ അമ്പുകളെയ്ത് പീഡിപ്പിച്ചു. നകുലനും സഹദേവനും അപ്പോൾ ജ്യേഷ്ഠനെ രക്ഷിക്കാനായി എത്തി. പക്ഷെ ക്ഷണനേരം കൊണ്ട് അവൻ നകുലന്റെ വില്ലറുത്ത് വീഴ്ത്തി, കുതിരകളെയും കൊന്നു. അപ്രകാരം യുധിഷ്ഠിരന്റെ കുതിരകളെ കൊല്ലുകയും അദ്ദേഹത്തിന്റെ കിരീടം അമ്പെയ്ത് തെറിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ രണ്ടുപേരും സഹദേവന്റെ തേരിൽ ചാടിക്കയറി. തേര് നഷ്ടപ്പെട്ട അവരോട് ശല്യൻ ദയവ് തോന്നി. ഉള്ള ശക്തിയെല്ലാം പാഴാക്കാതെ ഉടനെ പോയി അർജുനനെ തോൽപ്പിച്ചു വധിക്കാൻ നോക്കുക എന്ന് അദ്ദേഹം കർണനെ പ്രേരിപ്പിച്ചു. അങ്ങനെ യുധിഷ്ഠിരന്റെ ജീവൻ രക്ഷപ്പെട്ടു. അപമാനിതനായ അവൻ ഒറ്റയ്ക്ക് കൈനിലയത്തിലെത്തി തളർന്ന് മെത്തയിൽ വീണു. യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ച ശേഷം മടങ്ങി വന്ന് കർണനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്ന് കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് കൃഷ്ണാർജുനന്മാർ ശിബിരത്തിലെത്തി. ഏകാന്തനായിരിക്കുന്ന രാജാവിനെ ചെന്ന് കണ്ട് അവർ നമസ്കരിച്ചപ്പോൾ കർണനെ കൊന്നിട്ടാണവൻ വന്നിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ആഹ്ലാദത്തോടെ അവൻ അവരെ പുകഴ്ത്താൻ തുടങ്ങി. പിന്നീട് കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് അർജുനനിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ധർമ്മപുത്രൻ അടക്കാനാവാത്ത കോപത്തോടെ അർജുനെ അധിക്ഷേപിച്ച് സംസാരിച്ചു. കർണനെ എതിർക്കുവാൻ ശക്തനല്ലെങ്കിൽ ഗാണ്ഡീവം നീ അന്യർക്ക് നൽകുക. നിന്നേക്കാൾ അസ്ത്രജ്ഞരായ വേറെ വല്ല രാജാക്കന്മാർക്കും കൊടുക്കുക. കുന്തിയുടെ ഗർഭത്തിൽ നീ ജനിക്കാതിരിക്കുകയായിരുന്നു നല്ലത്. യുദ്ധം വിട്ട് ഓടുന്നതിനേക്കാൾ നല്ലത് അതായിരുന്നു എന്നെല്ലാം കോപത്തോടെ യുധിഷ്ഠിരനെ ശകാരിച്ചു. അർജുനന് ആക്ഷേപം സഹിക്കാനായില്ല. അവൻ ക്രോധമടക്കാനാവാതെ നിന്ന് വിറച്ചു. ഗാണ്ഡീവം അന്യന് കൊടുക്കുവാൻ ആര് പറഞ്ഞുവോ അവന്റെ തല ഞാൻ ഉടനെ വെട്ടിവീഴ്ത്തുമെന്ന് അട്ടഹസിച്ചുകൊണ്ട്
അർജുനൻ ഒരു ഭ്രാന്തനെ പോലെ ഉറയിൽ നിന്നും വാളൂരി. എല്ലാം മനസ്സിലാക്കിയ കൃഷ്ണൻ ഉടനെ ഇടപെട്ട് അർജുനനെ സമാധാനിപ്പിച്ചു. പല സതുപദേശങ്ങളും നൽകിയപ്പോൾ അർജുനൻ അടങ്ങുകയും അവൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുകയും ചെയ്തു. ഗാണ്ഡീവത്തെ അപമാനിച്ചവനെ താൻ കൊല്ലുമെന്ന് ശപഥം ചെയ്തിരുന്ന കാര്യം അർജുനൻ വേദനയോടെ ഓർത്തു. എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ വേണ്ട പ്രതിവിധി അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ബഹുമാനായി ജ്യേഷ്ഠനെ നിന്ദിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് തേജോവധം ചെയ്താൽ വധിച്ചതിന് തുല്യമായി എന്നായിരുന്നു കൃഷ്ണന്റെ ഉപദേശം. അപ്രകാരം അർജുനൻ യുധിഷ്ഠിരനോടായി പറഞ്ഞു, എടാ ഏഫ്യ, നീ എന്തു പറഞ്ഞു? പറഞ്ഞത് മതിയടാ. യുദ്ധത്തെ പേടിച്ച് ഓടിയ പേടിക്കുടലൻ ഭീരു 2 നാഴിക അകലേക്ക് പേടിച്ചോടിപ്പോന്നിട്ട് ശിബിരത്തിൽ വന്നിരുന്ന് എന്നെ ആക്ഷേപിക്കുന്നു. യോഗ്യൻ. അപ്രകാരം കുറെ നേരം അർജുനൻ ജ്യേഷ്ഠനെ അധിക്ഷേപിച്ച് പിന്നീട് താൻ പറഞ്ഞതോർത്ത് വല്ലാതെ ദുഃഖിച്ച് വാളൂരി ആത്മഹത്യ ചെയ്യുവാനായി തിരിഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണൻ ഓടിച്ചെന്ന് പിടിച്ചു. അവനെ ആശ്വസിപ്പിച്ച് ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. ആത്മഹത്യക്ക് പകരം ആത്മപ്രശംസ നടത്തിയാൽ മതിയെന്ന് ഭഗവാൻ അവനെ ഉപദേശിച്ചപ്പോൾ അവൻ അപ്രകാരം ചെയ്തു. തന്നെ പോലെ മിടുക്കനായ വില്ലാളികൾ ലോകത്തില്ലെന്നും മറ്റും പറഞ്ഞുകൊണ്ട് തന്നെ പ്രശംസിച്ചു. അതിനുശേഷം ധർമ്മപുത്രന്റെ കാൽക്കൽ വീണുകൊണ്ട് താൻ ചെയ്തതിനെല്ലാം മാപ്പിരന്നു. പക്ഷേ അർജുനൻ പറഞ്ഞതെല്ലാം കേട്ട് യുധിഷ്ഠിരൻ വല്ലാതെ വിഷമിച്ച് താൻ ഇനി ജീവിച്ചിരിക്കാൻ അർഹനല്ലെന്ന് കൃഷ്ണ അർജുനന്മാരോടായി പറഞ്ഞു. നിന്ദിതനായി ജീവിക്കുന്നതിലും ഭേദം ഭീമനെ രാജാവായി വാഴിച്ച് താൻ വനവാസത്തിന് പോവുകയാണെന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ എഴുന്നേറ്റു. അപ്പോൾ കൃഷ്ണൻ ഓടിച്ചെന്ന് യുധിഷ്ഠിരന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു. കൃഷ്ണൻ, രാജാവേ, ഭവാൻ അറിയുന്നതാണല്ലോ സത്യസന്ധനായ ഗാണ്ഡീവിയുടെ ശപഥം. ഗാണ്ഡീവം അന്യന് നൽകുക എന്ന് ആര് പറയുന്നുവോ അവൻ ഇന്ന് ലോകത്തിൽ ധന്യനാണ് എന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം വന്ധ്യനാണ്. ഭവാൻ അത് ചെയ്തുപോയി. പാർത്ഥൻ ശപഥം സത്യമായി പാലിക്കുന്നതിന് വേണ്ടി ഭവാനെ എന്റെ അനുവാദത്തോടുകൂടി അപമാനിച്ചതാണ്. രാജാവേ, ഗുരുക്കളെ അപമാനിക്കുക വധിക്കുക തന്നെയാണ്. അതുകൊണ്ട് ഭവാൻ അർജുനനെയും എന്റെയും ഈ അക്രമം പൊറുക്കുക. അപ്പോൾ പാപം ചെയ്തവനെ പോലെ മൂഢനായി നിൽക്കുന്ന അർജുനനെ കൃഷ്ണൻ ആശ്വസിപ്പിച്ചു. ഉടനെ കർണനെ വധിച്ച് രാജാവിനെ പ്രീതനാക്കുക എന്നെല്ലാം പറഞ്ഞ് കൃഷ്ണൻ അവനെ ഉത്തേജിപ്പിച്ചു. താൻ ചെയ്ത് തെറ്റ് പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ യുധിഷ്ഠിരന്റെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് തേങ്ങിക്കരഞ്ഞു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ രാജാവ് അനുജനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സ്നേഹപൂർവ്വം തഴുകിക്കൊണ്ട് കണ്ണുനീർ വാർത്തു. പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എല്ലാം ക്ഷമിച്ചു. നീ പോയി കർണനെ കൊല്ലുക. പാർത്ഥ, നീ വിഷാദിക്കരുത്. ഞാൻ കഠിനമായി പറഞ്ഞു പോയതിൽ ഒട്ടും പരിഭവിക്കരുത്. പോരിൽ കർണനെ കൊല്ലാതെ താൻ മടങ്ങുകയില്ലെന്ന് ജ്യേഷ്ഠന്റെ കാല് തൊട്ട് സത്യം ചെയ്ത് അർജുനൻ പുറപ്പെട്ടു. കൗരവ സൈന്യത്തിലേക്ക് കുതിച്ചു ചെന്നുകൊണ്ട് അർജുനൻ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. അപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഭീമൻ അർജുനൻ എത്തിയപ്പോൾ സസന്തോഷം അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. അവർ രണ്ടുപേരും കൂടി കൗരവ സൈന്യത്തെ തകർക്കുവാൻ തുടങ്ങി. ദുശാസനൻ അപ്പോൾ ഭീമന് നേരെ വന്ന് ശക്തമായ ഒരു പോരാട്ടം നടത്തി. അവൻ വിട്ട തീക്ഷ്ണമായ ശരങ്ങളേറ്റ് ഭീമൻ തേർത്തട്ടിൽ വീണുപോയി. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ അദ്ദേഹം 10 മടങ്ങ് ശക്തിയോടെ ദുശാസനന് നേരെ കൂരമ്പുകൾ അയച്ചു. ദുശാസനൻ ഉടനെ ഭീമന്റെ വില്ല് അമ്പെയ്ത് മുറിച്ചു. അപ്പോൾ ഭീമൻ ഒരു വേൽ ദുശാസനന് നേരെ വിട്ടു. അതും നിഷ്പ്രയാസം അമ്പെയ്ത് മുറിച്ചു കളഞ്ഞപ്പോൾ ഇന്ന് നിന്റെ ചോര ഞാൻ കുടിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു ഗദയെടുത്ത് വീശി ദുശാസനന് നേരെ വിട്ടു. ശക്തമായി വന്ന ആ ഗദ അവനെ തേരിൽ നിന്നും ദൂരേക്ക് തെറിപ്പിച്ചു. തേര് പൊട്ടിത്തകരുകയും കുതിരകൾ തൽക്ഷണം ചാവുകയും ചെയ്തു. ദൂരെ നിലത്ത് വീണ് കിടന്ന് വേദന കൊണ്ട് പുളയുന്ന ദുശാസനനെ ഭീമൻ ഒരു നിമിഷം നോക്കി നിന്നു. അപ്പോൾ അവന്റെ മനസ്സിൽ ദുശാസനൻ ചെയ്ത ഓരോ
ക്രൂര കഥകളും വന്നു മറഞ്ഞു. ഒറ്റ വസ്ത്രമെടുത്ത പാഞ്ചാലിയെ മുടി ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്ന അവന്റെ രൂപം ഓർത്തപ്പോൾ ഭീമന് കോപം കൊണ്ട് ജ്വലിച്ചു. കർണൻ, ദുര്യോധനൻ, അശ്വത്ഥാമാവ്, കൃതവർമ്മൻ, കൃപൻ എന്നിവരെ നോക്കിക്കൊണ്ട് ഭീമൻ ഇപ്രകാരം അലറി: ഈ ദുഷ്ടനായ ദുശാസനനെ ഞാൻ ഇതാ വധിക്കുന്നു. എടോ യോധന്മാരെ, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അവനെ രക്ഷിക്കുവിൻ. എന്നിട്ട് എല്ലാവരും കണ്ടു നിൽക്കെ ഭീമൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി ദുശാസനന്റെ കഴുത്തിൽ കാൽ വെച്ച് അമർത്തിക്കൊണ്ട് വാളൂരി അവന്റെ മാറിടം നിറുകെ കീറി പിളർന്നു. ചീറ്റുന്ന ചുടിരക്തം ഒരു ഭ്രാന്തനെ പോലെ മോന്തിക്കുടിച്ചു. അതിനുശേഷം തല ഉടലിൽ നിന്നും വെട്ടി വേർപെടുത്തി ദുശാസന രക്തം മോന്തിക്കുടിക്കുന്ന ഭീമന്റെ പാവം കണ്ടവരെല്ലാം പേടിച്ച് വിറച്ചുപോയി.